ടാഗോർ തിയേറ്ററിന് അകത്ത് ലൈവായി നടക്കുന്ന ഫംഗ്ഷൻ 2 LED വോളിലായി എക്സിബിഷൻ ഹാൾ പരിസരത്തും ഓപ്പൺ ഫോറം പരിസരത്തും ലൈവിംഗ് സ്ട്രീമിംഗ് ഉണ്ട് എന്നറിയിക്കുകയാണ്. Sound down. വോളിയം ഒന്ന് ബാലൻസ് ചെയ്യണേ.
ഇത് കഴിഞ്ഞിട്ടുള്ളൂ, ഇവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഭിന്നശേഷിക്കാരായവരെ പിന്തുണയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള തത്വങ്ങളുടെയും ക്ഷേമം എന്ന
ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ. ഹലോ ടാഗോർ ഹാളിൻ്റെ പരിസരത്തൊരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. KL01DD 5485 വകുപ്പിൻ്റെ വണ്ടി തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് അറിയിക്കുകയാണ്. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ.
ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. 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 ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്.
ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്.
ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള് ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള് ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്
ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ശവശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്.
ശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ശേഷ അടിച്ച് പൊളിക്കാൻ പോവാ നിങ്ങള്. ഹലോ ഹലോ സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റിൻ്റെ സമാപന സമ്മേളനം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഈ തിയേറ്ററിനകത്തേക്ക് എത്തിച്ചേരും.
ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്ന നമ്മുടെ അതിഥിയും ഭിന്നശേഷി പ്രതിഭയുമായ ഗായിക കൺമണി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അതിനായി കൺമണിയെ ക്ഷണിക്കുന്നു. ഒരു സ്റ്റാൻഡ് മൈക്ക്. ഹലോ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊടുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് വളര്. നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി. എതിരെ നിന്നതേതുമേ താനെയങ്ങു നീങ്ങുവാൻ ചാലു ചീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടു തലോടിക്കൊണ്ട് താറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടുന്നിരുത്തകറ്റാൻ ചേലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപാടെ മൂടും എത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് വളര്. ആലയാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം.
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനിനി മാർഗളായാൽ അടക്കം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കൂലത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കൂലത്തിങ്കൽ സീത നല്ലു. ഊണുറക്കമൂപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു, പരവാൻ പൈകിളി നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു, പരവാൻ പൈകിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. മങ്ങാട്ടച്ചനു ന്യായം നല്ലു, മംഗല്യത്തിന് സ്വർണ്ണേ നല്ലു. മങ്ങാട്ടച്ചനു ന്യായം നല്ലു, മംഗല്യത്തിന് സ്വർണ്ണേ നല്ലു. മങ്ങാതിരിപ്പാൻ ചില പദവി നല്ലു. പാല്യത്തച്ഛനു പായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു. പാല്യത്തച്ഛനു പായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു. പാരാതിരിപ്പാൻ ചില പദവി നല്ലു. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലിനു ചേർന്നൊരു കുളവും വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. താങ്ക് യു കൺമണി.
സവിശേഷ ഭിന്നശേഷി കാർണിവലിൻ്റെ സമാപന സമ്മേളനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ബഹുമാന്യരെ, സാമൂഹ്യനീതി വകുപ്പ് ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിക്കുന്ന സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് സർഗോത്സവം സമാപിക്കുന്ന ഈ വേളയിൽ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ക്യാബിനറ്റ് യോഗം അല്പം നീണ്ടുപോയതുകൊണ്ടാണ് ഞങ്ങൾ എത്തിച്ചേരാൻ അല്പം വൈകിയത്. ഈ സമയത്തിൻ്റെ പ്രത്യേകത മൂലം മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നു വന്ന സവിശേഷ എന്ന ഭിന്നശേഷി സർഗോത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ഇതൊരു പുതിയ കാൽവെപ്പായിരിക്കും. സവിശേഷ എന്ന ഈ കാർണിവൽ വെറുമൊരു ആഘോഷമായിരുന്നില്ല, മറിച്ച് ഞങ്ങൾക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു.
കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തിരുവനന്തപുരം നഗരം കണ്ടത് ഇതാണ്. ഭിന്നശേഷിക്കാരുടെ വ്യത്യസ്തങ്ങളായ സർഗശേഷികൾ മാറ്റുരച്ച വേദികളായിരുന്നു എങ്ങും. കേരള നോളജ് എക്കോണമി മിഷനും തൊഴിൽ വകുപ്പും ചേർന്ന് ഭിന്നശേഷിയുള്ളവർക്കായി നടത്തിയ ജോബ് ഫെസ്റ്റിവൽ, ആ ജോബ് ഫെസ്റ്റിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്. ഇവിടെ തൊഴിൽദാതാക്കൾ അവരെ തേടിയെത്തുന്ന നില വന്നിരിക്കുന്നു. സ്വയം തൊഴിൽ ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും പ്രാപ്തമാകുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല, വലിയ തോതിൽ ആത്മവിശ്വാസം വളർത്താൻ കൂടിയാണ് കഴിയുന്നത്. കലയും സാഹിത്യവും, കലയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് നല്ല പ്രാവീണ്യം തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കഴിവുകൾക്ക് അതിരുകളില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ കായിക രംഗത്തെ കുതിപ്പ്, അതാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റിൽ കണ്ടത്. പരിമിതികളെ മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ കാണിച്ച മനക്കരുത്ത് നമ്മുടെ യുവതലമുറക്കാകെ പാഠമായി മാറുകയാണ്. നമ്മുടെ ഈ സംഗമത്തിൽ ധാരാളം രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. മക്കളെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ പുറത്തു കൊണ്ടുവരാനാവണം. ഈ ലോകം അവരുടേതു കൂടിയാണ് എന്ന തിരിച്ചറിവ് നല്ല തോതിൽ അവരിലുണ്ടാകണം. ഭിന്നശേഷി എന്നത് കുറവല്ല, അത് വ്യത്യസ്തമായ ശേഷിയാണ്. അതും തിരിച്ചറിയാനാവണം. അവരിലുള്ള പ്രത്യേക കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ശ്രമിക്കണം. ഇത്തരത്തിലുള്ള മേളകൾ അതിനെല്ലാം പരമാവധി ഉപകരിക്കുന്നവയാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുമാവണം. അധ്യാപകർ പ്രധാനമായും വലിയ പങ്കാണ് ഇതിൽ വഹിക്കുന്നത്. സഹപാഠികളെ ആകെ ഒരുപോലെ കാണണം. ചിലർക്ക് സവിശേഷമായ കഴിവുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി അംഗീകരിക്കണം. അതിനവരെ പ്രാപ്തരാക്കേണ്ടത് അധ്യാപകരാണ്. ഇൻക്ലൂസീവ് സ്പോർട്സും ഇത്തരം കലോത്സവങ്ങളും നൽകുന്ന പാഠം അതാണ്. നമ്മുടെ സമൂഹം ഭിന്നശേഷിക്കാരെ നല്ല മനോഭാവത്തോடு തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. തുല്യ അവകാശമാണ് അവർക്ക് വേണ്ടത് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ നാടിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭിന്നശേഷി ക്ഷേമത്തിൽ നിന്ന് ഭിന്നശേഷി അവകാശങ്ങളിലേക്ക് നമ്മൾ ചുവട് മാറ്റിയത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ
ബാരിയർ ഫ്രീ കേരളം, ആ പദ്ധതിയിലൂടെ സർക്കാർ ഓഫീസുകളും പൊതു ഇടങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കിയിരിക്കുന്നു. അതോടൊപ്പം സംവരണ തോത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പെൻഷൻ തുക വർദ്ധിപ്പിച്ചു. അനുയാത്ര പോലുള്ള പദ്ധതികളിലൂടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൈത്താങ്ങായി നിൽക്കാനാണ് ശ്രമിച്ചത്. ഇതിലൂടെയെല്ലാം നിങ്ങൾ ഒറ്റക്കല്ല, സർക്കാരും പൊതുസമൂഹവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് അവരിലേക്ക് പകർന്നത്. നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന ഈ കാർണിവൽ വലിയ പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കാർണിവലിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. വിജയികളുണ്ട്, പ്രത്യേക പ്രതിഭകളുണ്ട്. അവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനം നേരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ നാടിൻ്റെ അഭിമാനമാണ്. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നും ആശംസിക്കുന്നു. ഭിന്നശേഷി സൗഹൃദമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നവകേരളം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട്, അതിനായി ഒന്നിച്ച് ശ്രമിക്കാം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള കൊച്ചുകൂട്ടുകാരെ, രക്ഷിതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, സവിശേഷ എന്ന ഈ ഭിന്നശേഷി കാർണിവൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന, എല്ലാ മേഖലകളെയും തൊട്ടുപോകുന്ന ഒരു സർഗോത്സവമായി സംഘടിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഭിന്നശേഷി കലാപ്രതിഭകൾ അവരുടെ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. കായിക മേഖലയിലെ മികവുകൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടായി. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ സാധിച്ച ജോബ് ഫെയർ, 254 പേർക്ക് മികച്ച കമ്പനികളിൽ ജോലി ലഭിക്കുന്ന വിധത്തിൽ 36 പ്രമുഖ കമ്പനികൾ പങ്കെടുത്തുകൊണ്ട് 840 തൊഴിലന്വേഷകർ പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ ഭിന്നശേഷി മേഖലയിലെ വിഷയങ്ങൾ കേന്ദ്ര പ്രമേയമായിട്ടുള്ള ഫിലിമുകളുടെ പ്രദർശനം, അതുപോലെ ഭിന്നശേഷി പ്രതിഭകൾ സംവിധാനം ചെയ്യുകയും അണിയറ പ്രവർത്തനം നടത്തുകയും ചെയ്ത സിനിമകൾ എല്ലാം ചേരുന്ന ഫിലിം ഫെസ്റ്റ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. ഭിന്നശേഷി വിഷയങ്ങളെ ആധാരമാക്കിയുള്ള ഓപ്പൺ ഫോറങ്ങളും
വിവിധ കർമ്മമേഖലകളിൽ വിജയികളായവരുടെ സംഗമങ്ങളായി അവരുടെ അനുഭവങ്ങൾ പങ്കെടുക്കുന്ന വേദികളും ഇതിനോടൊപ്പമുണ്ടായി. അതുപോലെ ഫുഡ് ഫെസ്റ്റ്, ഭക്ഷ്യമേള ഏറ്റവും നല്ല നിലയിൽ ഇതോടൊപ്പം സമാന്തരമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഭിന്നശേഷി മേഖലയിലെ സഹായ ഉപകരണങ്ങളുടെയും അസിസ്റ്റീവ് ടെക്നോളജിയുടെയും വിശദീകരണവും പ്രദർശനവും വിപണനവും എല്ലാം സാധ്യമാക്കുന്ന വിധത്തിലും അതോടൊപ്പം തന്നെ ഭിന്നശേഷി ഉൽപ്പാദകർ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളും മറ്റ് വസ്തുക്കളും വിറ്റഴിക്കുന്നതിന് സഹായകരമായ വിപണന മേളയും ഇതോടൊപ്പം സംവിധാനം ചെയ്യാനായിട്ടുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. അങ്ങനെ വിവിധ ഘടകങ്ങൾ ചേർന്നുകൊണ്ട് ഭിന്നശേഷി മേഖലയിലെ എല്ലാവരുടെയും പ്രാതിനിധ്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് എന്നുള്ളത് അതിൻ്റെ പ്രഥമ എഡിഷൻ പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ തുടർന്നുള്ള വർഷങ്ങളിലും ഇതേ നിലയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കപ്പെടും എന്നുള്ള പ്രഖ്യാപനം ഞാൻ ഈ സന്ദർഭത്തിൽ നിർവഹിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി പുനരധിവാസത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും മേഖലയിൽ ധാരാളം പദ്ധതികളും പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭിന്നശേഷി അവകാശ നിയമം 2016 വ്യവസ്ഥകളെല്ലാം നടപ്പാക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം തന്നെ നാം കാഴ്ചവെക്കുകയുണ്ടായി. ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. പഠനത്തിനും തൊഴിലിനും കൂടുതൽ അവസരം ലഭിക്കുമാറ് സംവരണത്തിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭിന്നശേഷി നിയമനത്തിൽ 4% സംവരണം നടപ്പാക്കി. ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ നിർണ്ണയിക്കുന്നതിന് പ്രത്യേക വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് 1992 തസ്തികകൾ ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉന്നത പഠനത്തിന് 5% സംവരണം അനുവദിച്ചിട്ടുണ്ട്. പഠനത്തിന് പ്രോത്സാഹനം എന്ന നിലയിൽ വിദ്യാജ്യോതി, വിജയാമൃതം തുടങ്ങി നിരവധി പദ്ധതികൾ വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. ഭിന്നശേഷി കുടുംബങ്ങൾക്ക് പരസ്പര സഹകരണത്തോടുകൂടി ആരോഗ്യ പരിപാലനത്തിനും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുമൊക്കെ കഴിയുന്ന വിധത്തിൽ മാതൃകാ അസിസ്റ്റീവ് വില്ലേജുകൾ, പുനരധിവാസ ഗ്രാമങ്ങൾ, അതിനുള്ള DPR തയ്യാറാക്കി ഇപ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം എന്നുദ്ദേശിക്കുന്നു. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസകിരണം പദ്ധതി 22,700 പേർക്ക് കൂടി അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. അവർക്ക് ആനുകൂല്യം എത്തിക്കുകയാണ്. ആശ്വാസകിരണം ഗുണഭോക്താക്കൾക്ക് 2025 ഒക്ടോബർ വരെയുള്ള മുഴുവൻ സഹായവും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ സാധിച്ചു. തുടർന്ന് ഉടനെ തന്നെ ബാക്കി ഇനി ഈ മാസം വരെയുള്ള തുകയും വിതരണം ചെയ്യാൻ സാധിക്കും. ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ മെറി ഹോം എന്ന പാർപ്പിട പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നിഷും നിബ്മറും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷി പുനരധിവാസത്തിനു വേണ്ടി ഏറ്റവും ശ്ലാഘനീയമായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. നിബ്മറിൻ്റെ നേതൃത്വത്തിൽ റീഹാബ് എക്സ്പ്രസ് ആൻഡ് റീഹാബ് ഓൺ വീൽസ് ഓടുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും സംവിധാനം ചെയ്ത് വീട്ടുപടിക്കൽ എത്തിക്കാൻ പാകത്തിൽ തയ്യാറാക്കാനായിട്ടുണ്ട്. രാജ്യത്താദ്യമായി വെർച്വൽ റിയാലിറ്റിയും ആർട്ടിഫിഷ്യൽ റിയാലിറ്റിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പുനരധിവാസ പരിശീലന പദ്ധതി നിബ്മറിൽ ലഭ്യമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അതുപോലെ നിഷ് മലയാളത്തിന് സ്വന്തമായൊരു ആംഗ്യ ഭാഷാ ലിപി തയ്യാറാക്കി നിരവധിയായിട്ടുള്ള ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാകട്ടെ ദേശീയ അംഗീകാരം ഏറ്റുവാങ്ങും വിധം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. നമ്മുടെ അംഗപരിമിതർക്ക് വേണ്ടുന്ന സഹായ ഉപകരണങ്ങൾ, കൃത്രിമ അവയവങ്ങൾ എല്ലാം വിതരണം ചെയ്യുന്നതിന് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രഖ്യാപനം കൂടി നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും
മുച്ചക്ര വാഹനവും ഇലക്ട്രോണിക് വീൽചെയറും നൽകുന്നതിനാവശ്യമായ പണം ഇപ്പോൾ നമുക്ക് സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. അപേക്ഷ ക്ഷണിച്ച് സംസ്ഥാനത്ത് ഈ സഹായം ആവശ്യമുള്ള മുഴുവൻ പേർക്കും അത് എത്തിക്കാനാണ് തീരുമാനം. ഭിന്നശേഷിക്കാരുടെ ചലന, സഞ്ചാര, ആശയവിനിമയ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി അഡീഷണൽ ഓതറൈസേഷൻ വഴി അനുവദിച്ച 23,85,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് മുച്ചക്രവാഹനങ്ങൾ, ഇലക്ട്രോണിക് വീൽചെയറുകൾ, മറ്റ് സഹായ ഉപകരണങ്ങൾ എന്നിവ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ലഭ്യമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അർഹരായിട്ടുള്ള ഭിന്നശേഷിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് അപേക്ഷ ക്ഷണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സെലക്ഷൻ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുകയാണ്. ഈ സാമ്പത്തിക വർഷം, അതായത് മാർച്ച് മാസത്തിന് മുൻപായി തന്നെ ഈ ആനുകൂല്യം എല്ലാവർക്കും അനുവദിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത്. ഭിന്നശേഷിത്വം നേരത്തെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സിലൂടെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാരിയർ ഫ്രീ കേരള അഥവാ തടസ്സരഹിത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് പൊതു ഓഫീസുകളും കലാലയങ്ങളും വിദ്യാലയങ്ങളും ലൈബ്രറികളും തിയേറ്ററുകളും എല്ലാം ബാരിയർ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനാവശ്യമായ സഹായം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പ്. നമുക്ക് മനുഷ്യരുടെ ബോധ നിലവാരത്തിലും ഭിന്നശേഷിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട്. ബോധവൽക്കരണം വലിയ നിലയിൽ വിവിധ ഏജൻസികളിലൂടെ നടപ്പാക്കുന്നുണ്ട്. ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിൽ 14 ജില്ലകളിലും ഡിസ്ട്രിക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് സ്ഥാപിക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാവിയിൽ തന്നെ ഭിന്നശേഷിത്വമേ ഇല്ലാത്ത സമൂഹമായി കേരളം മാറണം എന്നുള്ളതാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. പ്രീ സ്കൂൾ തലത്തിൽ തന്നെ സ്പെഷ്യൽ അംഗനവാടികൾ ആരംഭിച്ചുകൊണ്ട് ബുദ്ധിപരമായ വെല്ലുവിളികളുള്ള കുട്ടികൾക്കുൾപ്പെടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമായ ഇടപെടലുകൾക്ക് നല്ല രീതിയിൽ നമ്മൾ സജീവത പകരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. 2 ജില്ലകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുകയാണ്. വാതിൽപ്പടി സേവനത്തിന് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകൾ 25 എണ്ണം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് കാതോരം പദ്ധതി 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച ശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്നതിന് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും മറ്റ് ഏജൻസികളും നല്ല നിലയിൽ മുൻകൈയെടുക്കുന്നുണ്ട്. നിഷ് ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഭിന്നശേഷി സേവനങ്ങൾ അറിയുന്നതിന് എപ്പോഴും പ്രവർത്തന നിരതമായ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഓഫീസിലാണ് അത് പ്രവർത്തിക്കുന്നത്. 1800 120 1001 നമ്പറിലാണ് ടോൾ ഫ്രീ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ഭിന്നശേഷി പുനരധിവാസം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടി സ്പെക്ട്രം പദ്ധതി എല്ലാ മെഡിക്കൽ കോളേജുകളിലൂടെയും നടപ്പാക്കുന്നുണ്ട്. വളരെ വിദഗ്ധമായ പിന്തുണ ലഭിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളാണ് സ്പെക്ട്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെൻ്ററുകൾ. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കോഴിക്കോട് ഇംഹാൻസിലുമാണ് ഓട്ടിസം സെൻ്ററുകൾ അത്തരത്തിൽ സജ്ജമായിട്ടുള്ളത്. നിപ്മറിൽ ഒരു റീജിയണൽ ഓട്ടിസം റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്ററും ആരംഭിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ മേഖലയിലെ പഠന ഗവേഷണങ്ങൾക്കുൾപ്പെടെ നിപ്മറിൽ ആ റീജിയണൽ ഓട്ടിസം കേന്ദ്രം നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വകുപ്പ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളെക്കുറിച്ചും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. വിദ്യാകിരണം, വിദ്യാജ്യോതി, സഹചാരി, വിജയാമൃതം ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ്. സ്നേഹയാനം അത് അമ്മമാർക്കുള്ള പദ്ധതിയാണ്. തീവ്ര ഭിന്നശേഷിയുള്ള നിർധന കുടുംബങ്ങളിലെ അമ്മമാരിലൂടെയാണ് ഇലക്ട്രിക് ഓട്ടോ വിതരണം ചെയ്യുന്ന സ്നേഹയാനം പദ്ധതി നടപ്പാക്കുന്നത്.
നൈപുണ്യ വികസനത്തിനായിട്ട് അതിജീവനം എന്ന പദ്ധതി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ വർഷം ആരംഭിക്കുന്ന പ്രചോദനം എന്ന പദ്ധതി. അത് ജില്ലയിൽ ഒരു കേന്ദ്രമെങ്കിലും 2 കേന്ദ്രം എന്ന നിലയിലാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. അപേക്ഷകൾ പരിശോധിക്കപ്പെട്ടതിന് ശേഷം ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രമാണ് ആദ്യം ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള പദ്ധതിയാണ്. ഇപ്പോൾ അൻപ എന്ന പേരിൽ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വകുപ്പിൻ്റെ ഹാൻഡ് ബുക്കുകളിലൂടെയും അതുപോലെ സുഗമ്യം പോർട്ടലിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഓൺലൈൻ പോർട്ടലായ സുനീതി പോർട്ടലിൽ ഈ വകുപ്പ് നടപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുടെ എല്ലാ വിശദാംശങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാത്രം കാഴ്ച പരിമിതി ഉള്ളവർക്ക് കാഴ്ച എന്ന പദ്ധതിയും ചലന പരിമിതി നേരിടുന്നവർക്ക് ശുഭയാത്ര എന്ന പദ്ധതിയും ശ്രവണ പരിമിതി നേരിടുന്നവർക്ക് ശ്രവൺ എന്ന പദ്ധതിയുമെല്ലാം നടപ്പാക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഒരു ദൗത്യ രൂപത്തിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഭ്രൂണാവസ്ഥ മുതൽ ജീവിത അവസാനം വരെ ഭിന്നശേഷിക്കാരോടൊപ്പം സഞ്ചരിക്കുന്ന അനുയാത്ര എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ലൈഫ് സൈക്കിൾ അപ്രോച്ചോട് കൂടിയിട്ടാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും ഭിന്നശേഷിക്കാർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടാണ് സാമൂഹ്യനീതി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പോരായ്മകളും പരിമിതികളും ഒക്കെ ഉണ്ടാകും. വരുന്ന 30 വർഷക്കാലം മുന്നിട്ട് കണ്ടുകൊണ്ട് വിഷൻ 2031 എന്ന ഒരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള ചർച്ചകൾ നടത്തി കാലാനുസാരിയായിട്ടുള്ള പദ്ധതികളും പ്രൊജക്റ്റുകളും ഉണ്ടാക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. വളരെ വിപുലമായൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സഹായങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. സവിശേഷ കാർണിവലിൻ്റെ ഭാഗമായിട്ട് സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. എഴുതിയ പുസ്തകങ്ങൾക്ക് പുരസ്കാരം തീരുമാനിക്കുകയാണ് ചെയ്തത്. പരിശോധിച്ചതിന് ശേഷം ജഡ്ജിമാരിവിടെ ഉണ്ട്. അവർ അത് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ആ സമ്മാനം കൂടി അവർക്ക് നൽകേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ നടപ്പാക്കുന്ന പുതിയ ഒരു പദ്ധതി സഹജീവനം സഹായ കേന്ദ്രം ആണ്. എല്ലാ ബ്ലോക്ക് തലത്തിലും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് സഹജീവനം സഹായ കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൗൺസിലിംഗ് സേവനം, നിയമപരമായ ഉപദേശം നൽകൽ, തെറാപ്പി സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമാക്കൽ, ഇതെല്ലാം ഈ സഹജീവനം സഹായ കേന്ദ്രത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ കോവിഡ് കാലത്ത് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സഹജീവനം. കോവിഡിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകളിലെ എഡ്യൂക്കേറ്റർമാർ അവരുടെ തൊഴിലിലേക്ക് തിരിച്ചു പോയപ്പോൾ നമുക്ക് സഹജീവനം സഹായ കേന്ദ്രങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായി വന്നു. ഇപ്പോൾ അവ വീണ്ടും നാം ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ബ്ലോക്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബഡ് സ്കൂളിലോ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോ ആണ് ഈ സഹജീവനം സഹായ കേന്ദ്രം പ്രവർത്തിക്കുക. അത് ഏവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉച്ചനേരത്ത് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ബാരിയർ ഫ്രീ കേരള എന്നുള്ളത് ഭൗതിക സാഹചര്യങ്ങളിൽ മാത്രമല്ല മനോഭാവങ്ങളിലും വരുത്തേണ്ട മാറ്റമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ എല്ലാ മേഖലയിലും ഒന്നാമത് പരിഗണന നൽകണം എന്നുള്ള ആ ഒരു ആർദ്രതയോട് കൂടിയിട്ടുള്ള മനോഭാവം സഹജീവികളായ മനുഷ്യരിൽ സൃഷ്ടിക്കാൻ നമുക്ക് കൈകോർത്ത് പിടിച്ച് മുന്നേറാം. യാതൊരുവിധ തട്ടും തടവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വയം പര്യാപ്തതയോടുകൂടി എല്ലാ കർമ്മ മേഖലകളിലും പ്രവേശിക്കാനും സജീവമായ മേഖലകളിൽ തുടരാനും നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക്
ഊർജം പകരാനും പ്രചോദനം നൽകാനും നമുക്കേവർക്കും നിലകൊള്ളാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തതായത് ഭിന്നശേഷി മേഖലയിൽ പ്രത്യേകമായ ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ക്ഷണിക്കുകയാണ്. ആദ്യം അവാർഡ് ഏറ്റുവാങ്ങുന്നത് കുമാരി ഫാത്തിമ അൻഷി. ഫാത്തിമ അൻഷി ഒരു ബഹുമുഖ പ്രതിഭയാണ്. സംഗീതത്തിലും അതേപോലെ സാഹിത്യത്തിലും കഴിവുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. 17ഓളം ഭാഷകൾ ഫാത്തിമ അൻഷിക്ക് അറിയാം. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് കുമാരി കൺമണിയാണ്. കുമാരി കൺമണി എസ് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, സംഗീതത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഗവേഷണ വിദ്യാർത്ഥിയാണ്, PhD വിദ്യാർത്ഥിയാണ്. UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്തത് ഗോകുൽ രത്നാകരൻ ഒരു യുവ സംരംഭകനാണ്. ഭിന്നശേഷി മേഖലയിലെ ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് ഗോകുൽ രത്നാകരൻ. അടുത്തത് പ്രശസ്ത ഗായകനായിട്ടുള്ള ശ്രീ സുകേഷ് കുട്ടനാണ്. സുകേഷ് കുട്ടന് വേണ്ടി അവാർഡ് അല്പസമയത്തിന് ശേഷം ഏറ്റുവാങ്ങും. ഇപ്പോൾ നമുക്ക് മറ്റൊരു അവാർഡ് ഉള്ളത്, നമ്മൾ ഈ പരിപാടിയുടെ സവിശേഷയുടെ ലോഗോ ഡിസൈന് വേണ്ടി ഭിന്നശേഷിക്കാരായുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ലോഗോ നമ്മുടെ ഔദ്യോഗിക ലോഗോ ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് വിജയായിട്ടുള്ളത് അതുൽ ഷുക്കൂർ ആണ്. അതുൽ ഷുക്കൂറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുൽ ഷുക്കൂർ ഒരു കേൾവി പരിമിതിയുള്ള ഭിന്നശേഷിയുള്ള ഒരു പ്രതിഭയാണ്. അതുൽ ഷുക്കൂറിനെ മൊമെന്റോ സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത അവാർഡ് ഇൻക്ലൂസീവ് സ്പോർട്സ് വിന്നേഴ്സ് ആയിട്ടുള്ള ജില്ലയ്ക്കുള്ള അവാർഡാണ്. തിരുവനന്തപുരം, ഇടുക്കി ജില്ലാ സാമൂഹിക ഓഫീസർമാരും SID ജില്ലാ കോർഡിനേറ്റർമാരും അതിനായി തയ്യാറാകണം. സുകേഷ് കുട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സുകേഷ് കുട്ടൻ സുകേഷ് കുട്ടന്റെ മാതാവ് സുകേഷ് കുട്ടന് വേണ്ടി മൊമെന്റോ ഏറ്റുവാങ്ങുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തത് കായിക ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരത്തിലെ വിജയികളായിട്ടുള്ള ഓവറോൾ കിരീടം നേടിയിട്ടുള്ള തിരുവനന്തപുരം ജില്ല 122 പോയിന്റുമായിട്ടാണ് തിരുവനന്തപുരം വിജയിച്ചിട്ടുള്ളത്. ആ സ്പോർട്സ് താരങ്ങൾക്കൊപ്പം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറും അതേപോലെ SID ജില്ലാ കോർഡിനേറ്ററും വേദിയിൽ വന്ന് ട്രോഫി ഏറ്റുവാങ്ങണം. അതേപോലെ സ്പോർട്സ് താരങ്ങളും വേദിയിലേക്ക് വരണം. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. 122 പോയിന്റുമായിട്ടാണ് സ്പോർട്സ് മത്സരത്തിൽ തിരുവനന്തപുരം ജില്ല ജേതാക്കളായിട്ടുള്ളത്. നമുക്ക് നല്ലൊരു കൈയടി കൂടി കൊടുക്കാം. അടുത്ത ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല
89 പോയിന്റുമായി ഇടുക്കി ജില്ല 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ സാമൂഹ്യനീതി ഓഫീസർ അതേപോലെ SID ജില്ലാ കോർഡിനേറ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇടുക്കി ജില്ല. അടുത്ത അവാർഡ് നമ്മൾ സാഹിത്യ സൃഷ്ടികളുടെ അവാർഡിന് ക്ഷണിച്ചിരുന്നു. അതിന്റെ വിധികർത്താക്കളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സാഹിത്യ അവാർഡുകൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു. സാഹിത്യ അവാർഡിന്റെ വിധികർത്താക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത അവാർഡ് സംസ്ഥാനതല ഭിന്നശേഷി സർഗോത്സവത്തിന്റെ ഭാഗമായി മികച്ച സാഹിത്യ രചനാ സൃഷ്ടികൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കവിതാ വിഭാഗത്തിൽ മായാ ബാലകൃഷ്ണനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. മായാ ബാലകൃഷ്ണൻ ഇപ്പോൾ ഇവിടെ സന്നിധരായിട്ടില്ല, പിന്നീട് നൽകുന്നതാണ്. 2ാം സമ്മാനം അഭിഷേക് എസ്. അഭിഷേകിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. അഭിഷേക്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു കവിയായി അഭിഷേക് നല്ല രചനകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കട്ടെ. അഭിഷേകിന് നല്ലൊരു കൈയ്യടി. യെസ് ടീച്ചർ, ആ രചനയെ കുറിച്ച് 2 വാക്ക് ഒലി ടീച്ചർ പറയും. അതിഗംഭീരമായ കവിതകളാണ്. മനുഷ്യർ ഓരോരുത്തർക്കും ഓരോ ശേഷിയാണ് എന്നുള്ളത്, കഴിവാണെന്നുള്ളത് അഭിഷേകിൻ്റെ വരികൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത മായയ്ക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. അതിഗംഭീരമായ കവിതകളാണ് അഭിഷേകിൻ്റേത്. അഭിഷേകിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം അറിയിക്കുന്നു. അടുത്തത് കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിലുള്ള അവാർഡാണ്. അതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മിനി ചെല്ലൂരാണ്. പടച്ചോന്റെ കണ്ണ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ശ്രീമതി മിനി ചെല്ലൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പടച്ചോന്റെ കണ്ണ് എന്ന സൃഷ്ടിക്കാണ് അവാർഡ്. അടുത്തത് അനുഭവം ഓർമ്മ കുറിപ്പുകളാണ്. അതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് സാബിർ KV. അല്ലൂസിനൊപ്പം ഒരു സ്പെഷ്യൽ കുഞ്ഞിനോടൊപ്പമുള്ള ജീവിതയാത്ര. അല്ലൂസിനൊപ്പം എന്ന കൃതിക്കാണ് അവാർഡ്. സാബിർ അവാർഡ് ഏറ്റുവാങ്ങുന്നു. നമ്മൾ ഓരോരുത്തരും വായിച്ചു പഠിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഒരു അപൂർവ അനുഭവമാണ്. എങ്ങനെയാണ് നമ്മൾ ഭിന്നശേഷി കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ എത്തരത്തിലാണ് ആ അനുഭവത്തെ സ്വാംശീകരിക്കേണ്ടതെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന മനോഹരമായൊരു പുസ്തകം, മനോഹരമായൊരു അനുഭവം, അങ്ങനെയാണ് എന്നെ പറയേണ്ടത്. അടുത്ത പുരസ്കാരം 2ാം സമ്മാനം നേടിയിരിക്കുന്നത് അനുഭവം ഓർമ്മ വിഭാഗത്തിൽ അബ്ദുള്ള കാട്ടുകണ്ടി. അബ്ദുള്ള കാട്ടുകണ്ടിയുടെ പ്രത്യാശയുടെ അദ്ഭുത ഗോപുരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇതും വളരെ അപൂർവമായൊരു വായന അനുഭവമാണ്. നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്ന്. വിവിധ അനുഭവങ്ങളിലൂടെയാണ് ഈ പുസ്തകം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ മുഴുവൻ ജൂറിയുടെ പേരിലുള്ള അഭിനന്ദനവും അറിയിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക്. അടുത്തത് യാത്രാ വിവരണമാണ്. അതിൽ 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നത് കൃഷ്ണകുമാർ PS. നൂറ്റാണ്ടുകളുടെ നടയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം.
അനുഭവങ്ങളുടെ പ്രത്യാശയുടെ അദ്ഭുത ഗോപുരം എന്ന കൃതി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് കൈമാറുകയാണ്. അടുത്തത് യാത്രാവിവരണം കൃഷ്ണകുമാർ PS, നൂറ്റാണ്ടുകളുടെ നടയിൽ എന്ന കൃതി. ശ്രീമതി മിനി ചെല്ലൂർ വേദിയിലെത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ വരൂ. കൃഷ്ണകുമാർ. മിനിയുടെ പുരസ്കാരം. അടുത്തത് ശ്രീമതി മിനി ചെല്ലൂർ, പടച്ചോന്റെ കണ്ണ് എന്ന കൃതിക്കാണ് പുരസ്കാരം. നോവല്, കഥ, അങ്ങനൊരു വിഭാഗത്തിലാണ് നമുക്ക് അവാർഡിന് അർഹമായ നോവലുകൾ ലഭിച്ചിരുന്നില്ല. കഥയിൽ മികച്ച ചെറുകഥാ സമാഹാരമാണ് മിനിയുടേത്. ഞങ്ങൾക്കൊരു സവിശേഷമായൊരു സ്വകാര്യ അഭിമാനം കൂടിയാണ്. ഞങ്ങളുടെ സാക്ഷരതാ മിഷൻ്റെ പഠിതാവ് കൂടിയായിരുന്നു മിനി. മിനിയുടെ നിരവധി പുസ്തകങ്ങൾ ഇതിനകം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിഗംഭീരമായ നിരവധി ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് പടച്ചോൻ്റെ കണ്ണ് എന്ന മിനിയുടെ പുസ്തകം. അടുത്ത വിഭാഗം യാത്രാവിവരണമാണ്. യാത്രാവിവരണത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് കൃഷ്ണകുമാർ PS, നൂറ്റാണ്ടുകളുടെ നടയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം. കൃഷ്ണകുമാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വലിയ സന്തോഷത്തോടെയും തികഞ്ഞ അഭിമാനത്തോടെയും നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്, യാത്രാവിവരണത്തിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു സമ്മാനം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഈ സമ്മാനം നമ്മൾ തീരുമാനിച്ചത്. ഒരുപക്ഷെ ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു പോകേണ്ട പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതിനകം തന്നെ നിരവധി സമ്മാനങ്ങൾ നേടിക്കഴിഞ്ഞ പുസ്തകവുമാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ. തികഞ്ഞ ഒരു മനോഹരമായൊരു വായനാനുഭവം എന്നതിനപ്പുറത്തേക്ക് വ്യത്യസ്തമായൊരു നിരീക്ഷണം കൂടി ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെ അതെ, അത് കൃഷ്ണകുമാറിന്റെ കൃതി കണ്ണുകൊണ്ട് എഴുതിയ പുസ്തകമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലൊരു കൈയടി കൊടുക്കാം ആ ഒരു ഉജ്ജ്വലമായ കൃതിക്ക്. ടോബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്. ഐ ഗേസ് ആണ്, നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഡിവൈസ് വർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിപ്രോയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. കൃഷ്ണകുമാർ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. താങ്ക് യു കൃഷ്ണകുമാർ. അടുത്തത് രണ്ടാം സമ്മാനം യാത്രാവിവരണം വിഭാഗത്തിൽ രണ്ടാം സമ്മാനം രാകേഷ് K. കൂട്ടപ്പുന്ന, അയനം അതിജീവനത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. രാകേഷിൻ്റെ സഹോദരനാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. രാകേഷ് K. കൂട്ടപ്പുന്നയുടെ അമ്മയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അയനം വേറിട്ടൊരു യാത്രയാണ്. മറ്റൊരു യാത്രയെക്കുറിച്ച്, നമ്മളാരും സാധാരണ നടത്താത്ത മറ്റൊരു യാത്രയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകവും തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് പുസ്തകം തിരഞ്ഞെടുത്തത്. മനോഹരമായൊരു വായനാനുഭവം, ഇതിനപ്പുറത്തേക്ക് ഒരു വഴികാട്ടി കൂടിയായ പുസ്തകം. രാകേഷിനുള്ള അഭിനന്ദനം അമ്മയെ അറിയിക്കുന്നു. ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ സവിശേഷയുടെ സാഹിത്യ പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടി. നമുക്ക് അവരെ അഭിനന്ദിക്കാം.
നമ്മോടൊപ്പം സുകേഷ് കുട്ടൻ അല്പസമയത്തിനകം ഒരു പാട്ടുമായി ചേരും. ആരും വേദി വിട്ടു പോകരുത്. അതിനു മുമ്പ് നമുക്ക് ഈ സമാപന സമ്മേളന ചടങ്ങിന്റെ നന്ദി പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട സാമൂഹ്യ നീതി അഡീഷണൽ ഡയറക്ടർ എസ് ജലജ മേഡത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്ന പേരിൽ സംസ്ഥാനത്ത് ആദ്യമായി നടത്തുന്ന ഡിസബിലിറ്റി ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ഈ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു മാഡത്തിനും സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ സ്വാഗത പ്രസംഗികയായിരുന്നത് സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള IAS അവർകളാണ്. മാഡത്തിനും ഞാൻ വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലെ വിശിഷ്ട സാന്നിധ്യങ്ങളുമായി നമ്മുടെ വേദിയെ ധന്യമാക്കിയ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയഡാളി MV, അതുപോലെ തന്നെ ശ്രീ DK മുരളി MLA, ഡോക്ടർ PT ബാബുരാജ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എന്നിവർക്കും ഞാൻ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളായത് ഭിന്നശേഷി മേഖലയിൽ തന്നെ അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്ന കുമാരി ഫാത്തിമ അൻഷി, കുമാരി കൺമണി S, ശ്രീ ഗോകുൽ രത്നാകർ, ശ്രീ സുകേഷ് കുട്ടൻ, ഇവർ 4 പേർക്കും സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലുള്ള അഗൈതവുമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടി കഴിഞ്ഞ 3 ദിവസമായി ഇതിന് നടന്നതിന് പിന്നിൽ ഇതിനെ ഒരു വൻ വിജയമാക്കുന്നതിന് പ്രവർത്തിച്ച സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്ന പരിപാടിയുടെ സംഘാടക സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭിന്നശേഷി കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള സംഘടനകൾ, സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലുള്ള വളരെ വലിയ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിയ ഒരു വോളണ്ടിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്ര ഞങ്ങൾക്ക് അത് പറഞ്ഞാലും അത് മതിയാകില്ല എന്നറിയാം. നമ്മുടെ NSSൻ്റെ വോളണ്ടിയർമാരായിട്ടും സോഷ്യൽ വർക്ക് കോളേജുകളിൽ നിന്ന് വന്ന വോളണ്ടിയർമാരായിട്ടും നമുക്ക് നമ്മുടെ പരിപാടി ധന്യമാക്കിയ എല്ലാ വോളണ്ടിയറായിട്ട് വന്ന കുഞ്ഞുങ്ങൾക്കും സാമൂഹ്യനീതി വകുപ്പിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ഞങ്ങൾ പല വേദികളിലായിട്ട് നടത്തിയ പരിപാടികളിലും കൃത്യമായിട്ടുള്ള സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റേഴ്സിൻ്റെ സേവനം കിട്ടിയിരുന്നു. ഷെഡ്യൂൾ പ്രകാരം ഒരു സ്ഥലത്തും പരാതി വരാതെ നമുക്ക് ആ സേവനം ലഭ്യമാക്കിയ നിഷ് ടീമിന്, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ കാര്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള മീഡിയ കവറേജ് കൊടുത്തുകൊണ്ട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയുള്ള വൻ പ്രചരണം നൽകി ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം പുറമെ സാമൂഹ്യനീതി വകുപ്പിലെ വിവിധ ഏജൻസികളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ അതിൽ ഔപചാരികതയുടെ ഒരാവശ്യമില്ല എങ്കിൽ പോലും ഞാൻ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഒരു വേദി ഇവിടെ നമുക്ക് ലഭ്യമാക്കിയ ടാഗോർ തിയേറ്റർ, ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ വെന്യൂ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും അക്ഷീണം പ്രവർത്തിക്കാനുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. എനിക്കറിയില്ല ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്. എനിക്ക് സമയം നമുക്ക് കുറവാണ്. മുഴുവൻ പേർക്കും ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർത്ത മുഴുവൻ പേർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഭിന്നശേഷി സമൂഹത്തിന് സാമൂഹ്യ പുനരധിവാസത്തിലൂടെ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഉൾച്ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു മാതൃകയായി മാറട്ടെ വരുന്ന കാലങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.